നമസ്കാരം. പാക് അധിനിവേശ കാശ്മീർ തിരികെ പിടിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണോ? പാകിസ്ഥാനെ ഞെട്ടിച്ച ഇന്ത്യ അന്ത്യശാസനം നൽകിയോ? കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ചോദ്യം. പ്രത്യേകിച്ച് 2026 ജൂണിൽ പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന വ്യാപക പ്രതിഷേധങ്ങളും പാകിസ്ഥാൻ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലുകളും അതിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ കടുത്ത പ്രതികരണവും ഈ വിഷയത്തെ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലും ചില വാർത്താ ചാനലുകളും പ്രചരിക്കുന്നത് പോലെ ഇന്ത്യ ഉടൻ തന്നെ POK പിടിച്ചടക്കാൻ പോകുന്നു എന്ന വാദത്തിന് നിലവിൽ ഔദ്യോഗിക തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ സ്വീകരിച്ച നയങ്ങളും പാകിസ്ഥാനിൽ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളും പരിശോധിക്കുമ്പോൾ POK വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് മുമ്പത്തേക്കാൾ ശക്തമായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഈ വിഷയം മനസ്സിലാക്കാൻ ആദ്യം ചരിത്രത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. 1947 ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ജമ്മു കാശ്മീർ ഒരു നാട്ടുരാജ്യമായിരുന്നു. പാകിസ്ഥാന്റെ പിന്തുണയോടെ ഗോത്രവർഗ സായുധ സംഘങ്ങൾ കാശ്മീരിലേക്ക് കടന്നു കയറിയതോടെ അന്നത്തെ ഭരണാധികാരിയായ മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയുമായിട്ട് ലയന കരാറിൽ ഒപ്പുവെച്ചു. തുടർന്ന് ഇന്ത്യൻ സൈന്യം കാശ്മീരിലേക്ക് പ്രവേശിക്കുകയും ആദ്യ ഇന്ത്യ പാക് യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. 1949 ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിൽ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായി. ഇന്ത്യ ഈ പ്രദേശത്തെ ഇന്നും പാക് അധിനിവേശ കാശ്മീർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ആസാദ് ജമ്മു കാശ്മീർ എന്ന പേരിലാണ് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് പതിറ്റാണ്ടുകളായിട്ട് മാറിയിട്ടില്ല. 1994 ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിൽ ജമ്മു കാശ്മീരിന്റെ മുഴുവൻ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ഇന്ത്യ പുറത്തിറക്കിയ ഔദ്യോഗിക ഭൂപടത്തിൽ POKയും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും എല്ലാം ഇന്ത്യയുടെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഇതൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് സ്വന്തം ഭൂപ്രദേശത്തിന്റെ ഒരു ഭാഗം വിദേശ നിയന്ത്രണത്തിലാണ് എന്ന നിലപാട് തന്നെയാണ്. എന്നാൽ 2026 ഈ വിഷയം വീണ്ടും ശക്തമായി ഉയർന്നു വരാൻ കാരണം പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന ആഭ്യന്തര അസ്വസ്ഥതകൾ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അവിടെയുള്ള വിവിധ പട്ടണങ്ങളിൽ വൻ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. രാഷ്ട്രീയ അവകാശങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വൈദ്യുതി നിരക്കുകൾ, തൊഴിലില്ലായ്മ, ഭരണപരമായ തീരുമാനങ്ങൾ എന്നിവയെ ചൊല്ലിയാണ് പ്രതിഷേധങ്ങളൊക്കെ ആരംഭിക്കുന്നത്. പിന്നീട് ഇവ വലിയ സംഘർഷങ്ങളിലേക്ക് വളർന്നു. വിവിധ അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിഷേധങ്ങളും സുരക്ഷാ സേനയുടെ നടപടികളും ചേർന്ന് 20-ലധികം പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ചില പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രിക്കുകയും 100 കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കടുത്ത പ്രതികരണവുമായി രംഗത്ത് വന്നു. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നടപടികൾ ആശങ്കാജനകമാണ് എന്നും അന്താരാഷ്ട്ര സമൂഹം ഇതിനെ ഗൗരവകരമായി കാണണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണത്തിൽ പാകിസ്ഥാൻ സ്വന്തം ഭരണപരമായ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധി, ഉയർന്ന പണപ്പെരുപ്പം, രാഷ്ട്രീയ അനിശ്ചിതത്വം, ഭീകരവാദ ആക്രമണങ്ങളുടെ വർധനവ്, ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ അസ്വസ്ഥതകൾ എന്നിവ രാജ്യത്തെ സമ്മർദ്ദത്തിലാകുന്നു. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സഹായം കൂടാതെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുള്ള സാഹചര്യമാണിപ്പോൾ. ഈ പശ്ചാത്തലത്തിൽ പാക് അധിനിവേശ കാശ്മീരിലെ പ്രതിഷേധങ്ങൾ ഇസ്ലാമാബാദിന് കൂടുതൽ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സൈനികമായി POK പിടിച്ചെടുക്കാൻ ശ്രമിക്കുമോ എന്നതാണ് ആ ചോദ്യം. സൈനിക ശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പ്രതിരോധ ബജറ്റ്, വ്യോമസേന, നാവികസേന, മിസൈൽ ശേഷി, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം തന്നെയുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ POK സംബന്ധിച്ച ഏതൊരു സൈനിക നീക്കവും 2 ആണവായുധ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. അതിനാൽ ഇത് വെറും സൈനിക കണക്കുകൂട്ടലുകളുടെ വിഷയമല്ല, ആഗോള രാഷ്ട്രീയത്തിന്റെയും പ്രാദേശിക സ്ഥിരതയുടെയും വിഷയമാണ്. ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ചൈനയാണ്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഥവാ CPEC ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ്. അതിനായി POKയിലെ ഏതൊരു വലിയ മാറ്റവും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ മാത്രമല്ല ഇന്ത്യ ചൈന ബന്ധത്തെയും നേരിട്ട് ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രതിരോധ വിദഗ്ധരും ഇന്ത്യയുടെ ഇപ്പോഴത്തെ തന്ത്രം നേരിട്ടുള്ള സൈനിക നടപടിയേക്കാൾ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലും ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ പാകിസ്ഥാനെ തന്നെ തിരിച്ചടിക്കുകയാണ് എന്നാണ് ഇന്ത്യയുടെ ആരോപണം. ഇത് ഇന്ത്യയുടെ കൂടുതൽ ആക്രമണാത്മകമായ നയതന്ത്ര നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല നിരീക്ഷകരും ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ യഥാർത്ഥ ബോധത്തോടെ നോക്കുമ്പോൾ ഇന്ത്യയുടെ മുന്നിൽ 3 സാധ്യതകളാണുള്ളത്. ഒന്നാമത്തേത് POK ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് എന്ന അവകാശവാദം കൂടുതൽ ശക്തമായി അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തുക. രണ്ടാമത്തേത് പാക് അധിനിവേശ കശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഭരണപരമായ വീഴ്ചകളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരിക.
മൂന്നാമത്തേത് അതിർത്തി സുരക്ഷയും ഭീകരവാദ വിരുദ്ധ നടപടികളും കൂടുതൽ ശക്തമാക്കുക. എന്നാൽ അടുത്ത കാലയളവിൽ ഒരു സമ്പൂർണ്ണ സൈനിക അധിനിവേശം നടക്കുമെന്നതിൽ നിലവിൽ വിശ്വസനീയമായ സൂചനകൾ ഇല്ല എന്നാണ് ഭൂരിഭാഗം വിദഗ്ധരുടെയും വിലയിരുത്തൽ. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന POK വിഷയം ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രതിസന്ധികളും പാക് അധിനിവേശ കശ്മീരിലെ വർദ്ധിച്ചു വരുന്ന പ്രതിഷേധങ്ങളും ഇന്ത്യയുടെ കൂടുതൽ ആത്മവിശ്വാസമുള്ള നയതന്ത്ര സമീപനവും ചേർന്നപ്പോൾ ഈ വിഷയം വരും വർഷങ്ങളിൽ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായക വിഷയങ്ങളിലൊന്നായി തുടരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഇന്ത്യ ഒരു നാൾ പാക് അധിനിവേശ കാശ്മീർ തിരികെ സ്വന്തമാക്കുമോ, അതോ 1949 രൂപം കൊണ്ട നിയന്ത്രണ രേഖ തന്നെയാകുമോ ഭാവിയിലും യാഥാർത്ഥ്യം? അതിന്റെ ഉത്തരമാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന്റെയും ദക്ഷിണേഷ്യൻ ഭാവിയുടെയും ദിശ നിശ്ചയിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ത്യ പാക് അധിനിവേശ കശ്മീർ വിഷയത്തിൽ ഏതെങ്കിലും വലിയ സൈനികപരമോ തന്ത്രപരമോ ആയ നീക്കം നടത്തിയാൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നത് പാകിസ്ഥാൻ ആയിരിക്കുമെന്നാണ് പല പ്രതിരോധ വിദഗ്ധരുടെയും വിലയിരുത്തൽ. ഇന്ത്യ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളൊക്കെ പാകിസ്ഥാനെയാണ് ബാധിക്കുക. ഇന്ന് പാകിസ്ഥാൻ നേരിടുന്നത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളും രാഷ്ട്രീയ അസ്ഥിരതയും സുരക്ഷാ വെല്ലുവിളികളുമാണെന്ന് നമുക്കറിയാം. വിദേശ നാണ്യ ശേഖരം പരിമിതമാണ്, പണപ്പെരുപ്പം ഉയർന്ന നിലയിലാണ്, ബലൂചിസ്ഥാനും ഖൈബർ പഷ്തൂൺഖയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ തുടരുകയാണ്. ഇതിനിടെ ഇന്ത്യയുമായുള്ള ഒരു വലിയ സൈനിക ഏറ്റുമുട്ടൽ കൂടി ഉണ്ടായാൽ അത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഭരണ സംവിധാനത്തിനും കൂടുതൽ സമ്മർദ്ദം തന്നെയാണ് ഉണ്ടാക്കുക. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പാകിസ്ഥാനേക്കാൾ പല മടങ്ങ് വലുതാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധ ശക്തികളാണ്. അതിനാൽ ഏതൊരു വലിയ സംഘർഷവും ഇരു രാജ്യങ്ങൾക്കും അപകട സാധ്യതകളാണ് സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ യുദ്ധം എന്നതിനേക്കാൾ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ സമ്മർദ്ദമാണ് നിലവിൽ കൂടുതൽ സാധ്യതയുള്ള വഴി എന്നാണ് ഭൂരിഭാഗം വിശകലനക്കാരും ഇതിനോട് കരുതുന്നത്. അപ്പോൾ POK ഇന്ത്യ തന്നെ തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.